നമസ്കാരം. ഇന്ന് ചിങ്ങമാസത്തിൽ തിരുവോണം. ഇപ്പോൾ രാവിലെ തന്നെ തൃക്കാക്കരപ്പനെയൊക്കെ എതിരേറ്റ് ഓണത്തിൻ്റെ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി. വെറുതെ ഇരുന്ന സമയത്ത് ഒരു ന്യൂസ് ചാനലിൽ ഓണത്തിൻ്റെ ഐതിഹ്യമൊക്കെ പറയാനായിട്ട് മഹാബലിനെ വാമനൻ വന്ന് പാതാളത്തിലിട്ട് ചവിട്ടി താത്തിയെന്നും ചിങ്ങമാസത്തിലെ തിരുവോണത്തിനെന്ന് തൻ്റെ പ്രജകളെ കാണാൻ മഹാബലി വാമനൻ്റെ അനുവാദമൊക്കെ ചോദിച്ചെന്നും വാമനൻ തിരുവോണത്തിനെന്ന് വന്ന പ്രജകളെ കണ്ടിട്ട് പൊക്കോളാനൊക്കെ അനുവാദം കൊടുത്തു. അങ്ങനെയാണ് ഓണത്തിൻ്റെ ദിവസം മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ വരുന്നതെന്നൊക്കെയുള്ള കഥകളൊക്കെ ന്യൂസ് അവറിലൊക്കെ പറയുന്നത് കേട്ട്. സംഭവം ഇപ്പോൾ മലയാളികളോട് ആരോട് ചോദിച്ചാലും അവരും ഇതേ സെയിം കഥ തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക. യഥാർത്ഥ കഥ അറിയുന്നവർ വളരെ ചുരുക്കമാണ്. പക്ഷേ കേട്ടപ്പോൾ ഒരു സങ്കടം. കാരണം ഒരു കഥയെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ വളച്ചൊടിച്ച് അത് പുതിയ തലമുറയ്ക്കും പകർന്നു കൊടുക്കുന്ന രീതി അത് ശരിയല്ലെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള കഥ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു രത്ന ചുരുക്കം ഒന്ന് പറയണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. യഥാർത്ഥത്തിൽ മഹാബലിനെ വാമനൻ വന്ന് പാതാളത്തിലിട്ട് ചവിട്ടി താഴ്ത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ മഹാബലി എന്ന് പറയുന്നത് പ്രഹ്ലാദൻ്റെ ചെറുമകനാണ്. പ്രഹ്ലാദൻ അഹോബിലം ഭരിച്ചിരുന്ന രാജാവാണ്. അഹോബിലം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആന്ധ്രാപ്രദേശിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ടാണ് നരസിംഹാവതാരവും മറ്റൊക്കെ ഉണ്ടാകുന്നത്. ആ പ്രഹ്ലാദൻ്റെ ചെറുമകനാണ് മഹാബലി. മഹാബലിയുടെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ എന്നാണ്. മഹാബലി അങ്ങനെ തൻ്റെ സർവ്വ സൈന്യബലമൊക്കെ ഉപയോഗിച്ചിട്ട് ദേവലോകത്ത് പോവുകയും ദേവലോകം മഹാബലി പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മഹാബലി തന്നിൽ അഹങ്കാരം വെച്ചിട്ട് ഇന്ദ്രപദവിക്ക് വേണ്ടിയിട്ട് യാഗമൊക്കെ നടത്തുന്നു. അപ്പോൾ മഹാവിഷ്ണു പറയുന്നുണ്ട് തൻ്റെ മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കാനായിട്ട് താൻ വടുവാമന രൂപത്തിൽ അതിഥിയുടെയും കശ്യപൻ്റെയും മകനായിട്ട് അവതാരം എടുക്കുന്നുണ്ട്. അങ്ങനെ മഹാബലിയുടെ അഹങ്കാരം താൻ മാറ്റിയെടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതും അഷ്ടമസ്കന്ധത്തിൽ ഭാഗവതം അഷ്ടമസ്കന്ധത്തിൽ പറയുന്നുണ്ട്. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ അതിഥിയുടെയും കശ്യപൻ്റെയും പുത്രനായിട്ട് വടുവാമന രൂപിയായിട്ടാണ് വാമനാവതാരം ഉണ്ടാകുന്നത്. അന്നാണ് നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത്. അങ്ങനെ വാമനാവതാരം ഉണ്ടാകുന്നു. ആ സമയത്ത് തന്നെയാണ് വിശ്വജിത് യാഗം നർമ്മദാ തീരത്ത് ഭൃഗുകച്ഛത്തിൽ വിശ്വജിത് യാഗം മഹാബലി നടത്തുന്നത്. അങ്ങനെ വാമനദേവൻ ഭൃഗുകച്ഛത്തിലെത്തുകയും മഹാബലിയോട് ദാനമായിട്ട് 3 അടി മണ്ണ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണു എന്ന് മനസ്സിലാക്കിയ ശുക്രാചാര്യർ മഹാബലിയെ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മഹാബലി തൻ്റെ അഹങ്കാരം മൂത്തിട്ട് വാമനദേവനോട് പറയുന്നുണ്ട്, എനിക്ക് എന്ത് വേണമെങ്കിലും സാധിച്ചു തരാൻ പറ്റും, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. വാമനദേവൻ പറയുന്നുണ്ട് എനിക്ക് വെറും 3 അടി മണ്ണ് മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മഹാബലി പറയാണ്, ഭൂലോകം ഭരിക്കുന്ന രാജാവിൻ്റെ അടുത്ത് വെറും 3 അടി മണ്ണ് മാത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ഞാൻ നിനക്ക് തരും, അതുകൊണ്ട് ഒന്നുകൂടി ആലോചിച്ചിട്ട് എന്താണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. അന്നേരം വാമനദേവൻ പറയുന്നുണ്ട് എനിക്ക് യഥാർത്ഥത്തിൽ 3 അടി മണ്ണ് മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണെങ്കിൽ 3 അടി മണ്ണ് നീ അളന്നെടുത്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം വാമനൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് ദിവ്യരൂപം സ്വീകരിക്കും. അതായത് വലുതാവുകയും 2 അടി കൊണ്ട് തന്നെ ഭൂലോകവും പാതാളവും സ്വർലോകവും അളന്നെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂന്നാമതൊരു അടി വയ്ക്കാനായിട്ട് വേറെ സ്ഥലമില്ല. 3ാമത്തെ അടി എവിടെ വയ്ക്കുമെന്നൊക്കെ വാമനദേവൻ മഹാബലിയോട് ചോദിക്കുന്നുണ്ട്. തൻ്റെ തെറ്റ് മനസ്സിലായ മഹാബലി വാമനദേവനോട് പറയുന്നുണ്ട്, താൻ തൻ്റെ അഹങ്കാരം തൻ്റെ ഗർവ് കൊണ്ട് പറഞ്ഞു പോയതാണ്, അങ്ങ് ദയവായി 3ാമത്തെ അടി എൻ്റെ ശിരസിൽ വെച്ചാലും അങ്ങനെ എൻ്റെ അഹങ്കാരം ശമിപ്പിച്ചാലും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വാമനദേവൻ തൻ്റെ കാല് മഹാബലിയുടെ ശിരസിൽ വയ്ക്കുകയും 3ാമത്തെ അടിയായിട്ട് മഹാബലിയുടെ അഹങ്കാരത്തെയാണ് അളന്നെടുത്തത്. അല്ലാതെ ഒരിക്കലും മഹാബലിനെ പാതാളത്തിലിട്ട് ചവിട്ടി താത്തുകയല്ല ചെയ്തത്. വാമനദേവൻ മഹാബലിയുടെ ശിരസിൽ കാല് വെച്ച് അനുഗ്രഹിച്ച് അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തെ വലിച്ചെടുത്ത് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു വിടുകയാണ് ചെയ്തത്. ഒപ്പം അദ്ദേഹത്തിനൊരു വരദാനം കൂടി വാമനദേവൻ കൊടുക്കുന്നുണ്ട്. അടുത്ത മന്വന്തരത്തിൽ, അതായത് ശ്രാവണി മന്വന്തരത്തിൽ അദ്ദേഹത്തിന് ഇന്ദ്രപദവി ലഭിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഒപ്പം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സ്വർഗത്തേക്കാൾ മഹത്തരമായ വിശ്വകർമാവിനാൽ നിർമ്മിതമായ സുതലം എന്ന് പറയുന്ന ലോകത്തേട്ട് വാമനദേവൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പിന്നീടുള്ള കാലം അദ്ദേഹത്തിൻ്റെ കുടുംബവും സുതലത്തിലാണ് താമസിക്കുന്നത്. മഹാബലിക്കും കുടുംബത്തിനും കാവലായിട്ട് സുതലത്തിന് മുന്നിൽ വാമനദേവൻ കാവൽ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ആളുകളുടെ തെറ്റിദ്ധാരണയാണ് നമ്മൾ മഹാബലിയുടെ വരവും കാത്ത് മഹാബലിനെയാണ് നമ്മളവിടെ പൂജ ചെയ്ത് വെക്കുന്നതെന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ അതല്ല. നമ്മൾ അത്തം മുതൽ 10 ദിവസം തിരുവോണം വരെയുള്ള 10 ദിവസം നമ്മൾ ഒരു തറ കെട്ടി അതിൽ പൂക്കളൊക്കെ വെച്ച് അലങ്കരിക്കുന്നത്
10-ാം ദിവസം തിരുവോണത്തിനന്ന് തൃക്കാക്കരയപ്പനെ, അതായത് വാമനമൂർത്തിയെ നമ്മൾ സ്വീകരിക്കാനാണ്. വാമനമൂർത്തിനെ വന്നിരുത്തി അദ്ദേഹത്തെ സ്വീകരിച്ച് പൂജ ചെയ്യാനുള്ള തറയാണ് നമ്മൾ 10 ദിവസമായിട്ട് പൂക്കൾ കൊണ്ട്, ചാണകം മെഴുകി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് നമ്മൾ വെക്കുന്നത്. അങ്ങനെ തിരുവോണ ദിവസം വാമനാവതാരമാണ്, വാമന ജയന്തിയാണ്. തിരുവോണനാൾ നമ്മൾ തൃക്കാക്കരയപ്പനെയാണ് സ്വീകരിച്ച് പൂജകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതൊരിക്കലും മഹാബലിയല്ല, തൃക്കാക്കരയപ്പനാണ്, വാമനമൂർത്തിയാണ്. മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമായ വാമനമൂർത്തിനെയാണ് നമ്മളവിടെ സ്വീകരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും മഹാബലിയല്ല, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനിയെങ്കിലും നമ്മൾ തെറ്റ് തിരുത്തുക. നമ്മളിങ്ങനെ വളച്ചൊടിച്ച കഥകളൊന്നും, അതായത് തെറ്റായ കഥകളൊന്നും നമ്മളും പറയരുത്, പുതിയ തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കരുത്. യഥാർത്ഥ കഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അത് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. കഴിയുന്നത്ര എല്ലാവരും ഭാഗവതം വായിച്ചാൽ മതി. ഭാഗവതം 8ാം സ്കന്ധത്തിൽ മഹാബലിയുടെ ചരിത്രവും വാമന അവതാരവും വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. തെറ്റായ കഥകളൊന്നും തന്നെ പ്രചരിപ്പിക്കാതിരിക്കുക. എല്ലാവർക്കും ഓണം വാമന ജയന്തി ആശംസകൾ.